ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ 30 ഡേയ്സ് ഹെയർ ഗ്രോത്ത് ചലഞ്ചിൽ ഇന്ന് ഡേ 13 ആണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ സോറി പറയാനിട്ടോ, നമുക്ക് ഇന്നലെ വരേണ്ട വീഡിയോ ആയിരുന്നു. ഇന്നലെ കുറേ പേര് കമൻറ്റിലൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അജി വീഡിയോ വൈകുമോ, വീഡിയോ എന്താ വരാത്തത് എന്നുള്ളത്. എനിക്ക് കമൻറ്റ് പോസ്റ്റിലൂടെ പറയാൻ പോലും പറ്റിയില്ല കേട്ടോ. വേറെ ഒന്നല്ല, കുഞ്ഞൂസിന് ചെറിയൊരു പനിയും ജലദോഷമൊക്കെ ആയിരുന്നു. അപ്പോൾ ഇന്നലത്തെ ദിവസം തന്നെ പോക്കായിരുന്നു. അപ്പോൾ ഇന്നലെ വീഡിയോ എടുക്കാൻ പറ്റിയ ഒരു സിറ്റുവേഷൻ ആയിരുന്നില്ല. അപ്പോൾ ഇന്നിപ്പോൾ വലിയ പ്രശ്നമില്ല. അപ്പോൾ ഇന്ന് സിമ്പിളായിട്ടുള്ളൊരു പാക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇന്ന് നമ്മുടെ ചലഞ്ചിൽ ഡേ 13 ആണ്. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ ചെയ്യുന്ന ഉലുവ ജെല്ലാണ് കേട്ടോ. അപ്പം ഞാനിതാ ഇവിടെ ഉലുവ തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. വെള്ളത്തിലിടുന്നൊന്നും കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ നിങ്ങൾക്ക് അറിയാം എങ്ങനെയാണ് ഉലുവ ജെല്ല് ചെയ്യുന്നതെന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. വേറെ ഒന്നുമില്ല, ഒരു 2 സ്പൂൺ ഉലുവ എടുത്തിട്ട് ഉലുവ ആദ്യം ഒന്ന് പൊടിച്ചെടുക്കുക കേട്ടോ. വറുത്ത് പൊടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് നിങ്ങളൊന്ന് ഉലുവ പൊടിച്ചെടുക്കുക. എന്നിട്ട് ഒരു 2 സ്പൂൺ ഉലുവ എടുത്തിട്ട് നിങ്ങൾ വെള്ളത്തിൽ കുതിർക്കാനിടുക കേട്ടോ. തലേ ദിവസം നമ്മൾ പാക്ക് ചെയ്യുന്നതിൻ്റെ തലേ ദിവസം വെള്ളത്തിലിടുക. ഒരു നൈറ്റ് അങ്ങനെ തന്നെ വെക്കുക. പിറ്റേ ദിവസം എടുക്കുക. പിറ്റേ ദിവസം നമ്മൾ എടുക്കുമ്പോൾ ഇതുപോലെ നല്ല കട്ടയായിട്ട് ഒരു എന്താ പറയുക, ഒരു കുഴമ്പിൽ പരുവത്തിൽ ഉലുവ നമുക്ക് കിട്ടും കേട്ടോ. ഉലുവ നന്നായിട്ട് പൊടിയണമെന്നൊന്നുമില്ല, ഉലുവ ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്താൽ മതി. നിങ്ങളിങ്ങനെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കില്ലേ, അതേപോലെ ഒന്ന് എടുത്താൽ മതി. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അടുത്തായിട്ട് നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്കൊന്ന് അരിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഒരു തുണി ഉപയോഗിച്ചിട്ട് അരിച്ചെടുക്കണം. അരിപ്പയിൽ അരിച്ചെടുത്താൽ നമുക്ക് ഉലുവ ജെല്ല് കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ നല്ലൊരു വൃത്തിയുള്ള ഒരു തുണി എടുത്തിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഇത് അരിച്ചെടുക്കാം. അരിച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് ആ ഉലുവയുടെ ജെല്ല് മാത്രമായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. ഉലുവ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു പാക്കാണ് ഉലുവ ജെല്ല്. നല്ല റിസൾട്ട് ആണ് കേട്ടോ. നിങ്ങൾക്ക് താരന്റെ പ്രശ്നം ഉണ്ടെങ്കിൽ, മുടി കൊഴിച്ചിലിന്റെ പ്രശ്നം ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയെടുക്കാനായിട്ട് ഇത് നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ഉലുവ ജെല്ല് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിനകത്ത് ഇങ്ങനെ ചെറിയ ചെറിയ കട്ടകൾ ഉണ്ടാവും. നമ്മളിങ്ങനെ പിഴിഞ്ഞെടുക്കുമ്പോൾ ചെറിയ ചെറിയ കട്ടകൾ വരുന്നതാണ്. അത് സ്പൂൺ കൊണ്ട് തന്നെ ഉടച്ചു കൊടുത്താൽ മതി. ഉടച്ചില്ലെങ്കിലും കുഴപ്പമില്ല, തേക്കുന്ന സമയത്ത് അത് കറക്റ്റ് ആയിക്കോളൂ കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് മുടിയിലെ സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് തേച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ മുടിയിൽ ഉലുവ ജെല്ല് തേക്കുന്നതിന് മുമ്പായിട്ട് മുടിയിൽ കുറഞ്ഞ അളവിൽ ഓയിൽ തേക്കണം കേട്ടോ. കഴിഞ്ഞ ദിവസം നമ്മൾ താളി പാക്കായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും മുടിക്ക് ചെറിയ രീതിയിലൊരു ഡ്രൈനസ് ഉണ്ടാവും, വലിയ രീതിയിൽ ഉണ്ടാവില്ല, എങ്കിലും ചെറിയ രീതിയിൽ ഡ്രൈനസ് ഉണ്ട്. അപ്പോൾ ആ ഡ്രൈനസോട് കൂടി നമ്മൾ ഉലുവ ജെല്ല് തേച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു പരിധിയിൽ കൂടുതൽ മുടി ഡ്രൈ ആവും. അപ്പോൾ നിങ്ങൾ ഏത് ഓയിലാണോ മുടിയിൽ ഉപയോഗിക്കുന്നത് അത് എടുത്തിട്ട് കുറഞ്ഞ അളവിൽ എടുത്തിട്ട് മുടിയിലും സ്കാൽപ്പിലും ജസ്റ്റ് ഒന്ന് മേലെ കൂടെ തേച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് പാക്ക് തേച്ച് കൊടുക്കാം. എല്ലാ പാക്കും ഞാൻ പറയുന്ന പോലെ തന്നെ സ്കാൽപ്പിൽ എല്ലായിടത്തും നന്നായിട്ട് തേച്ച് കൊടുക്കുക. ബാക്കി ഉണ്ടെങ്കിൽ മുടിയിലേക്ക് തേച്ചാൽ മതി. മുടിയിൽ തേക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. പിന്നെ ഉലുവ ജെല്ല് ഒറ്റ യൂസിൽ തന്നെ നമ്മുടെ മുടിയുടെ ടെക്സ്ചർ മാറ്റാൻ വേണ്ടി സഹായിക്കുന്നതാണ് കേട്ടോ. നമ്മുടെ മുടിക്ക് നല്ല ഉള്ളുള്ളതായിട്ട് ഫീൽ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഉലുവ ജെല്ല് നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. ചില പാക്കുകളാണ് നമ്മളിങ്ങനെ പറയാറുള്ളത് ഒറ്റ യൂസിൽ റിസൾട്ട് കിട്ടുന്നുള്ളത്. ഒറ്റ യൂസിൽ റിസൾട്ട് കിട്ടുന്ന പറഞ്ഞാൽ മുടി പെട്ടെന്ന് വളരുക അങ്ങനെയല്ല കേട്ടോ ഞാൻ പറയുന്നത്. നമ്മുടെ മുടിയുടെ ടെക്സ്ചർ കംപ്ലീറ്റ് ആയിട്ടൊന്ന് മാറ്റിയെടുക്കാനായിട്ട് ഉലുവ ഉപയോഗിച്ചിട്ടുള്ള പാക്കുകൾ നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഉഴുന്ന്, ചെറുപയർ അങ്ങനെയൊക്കെ ഇൻഗ്രീഡിയൻസ് ഉപയോഗിക്കുന്ന പാക്കുകൾക്കാണ് നമുക്ക് അങ്ങനത്തെ റിസൾട്ട് കിട്ടുക. അപ്പോൾ ഈ ഉലുവ ജെല്ലും അതുപോലെ റിസൾട്ട് കിട്ടുന്ന ഒരു പാക്കാണ് കേട്ടോ. ഉള്ളില്ലാത്ത മുടിയൊക്കെ ആണെങ്കിൽ നമുക്ക് മുടിക്ക് ഉള്ളു തോന്നിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു ഹെയർ പാക്കാണ്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉലുവ ജെല്ല് കൂടുതലായിട്ട് തയ്യാറാക്കി ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ടും കുഴപ്പമില്ല. അടുപ്പിച്ച ദിവസങ്ങളിൽ ഉപയോഗിക്കരുത്. ഒരു 2 ദിവസമൊക്കെ ഗ്യാപ്പ് കൊടുത്തിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലതാണ്. പിന്നെ ഉലുവ അത്യാവശ്യം നല്ല രീതിയിൽ തണുപ്പുള്ളതാണ്, അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഉലുവ മുടിക്ക് ഡ്രൈനസ് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അടുപ്പിച്ച ദിവസങ്ങളിൽ ഉപയോഗിക്കരുത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു 2 ദിവസമൊക്കെ ഗ്യാപ്പ് കൊടുത്തിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യണം കേട്ടോ, അത് മറക്കരുത്. അപ്പം ഞാനിതാ നന്നായിട്ട് തന്നെ സ്കാൽപ്പിൽ തേച്ച് കൊടുത്തിട്ടുണ്ട്. മുടിയിൽ ഞാൻ അങ്ങനെ കാര്യമായിട്ട് തേച്ചില്ല കേട്ടോ. മുടിയിൽ നിങ്ങൾക്ക് തേക്കണം എന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് തേച്ച് കൊടുക്കുന്നതുകൊണ്ടും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ തന്നെ ഉലുവ ജെല്ല് തേച്ചിട്ട് ഒരു 15 മിനിറ്റ് നേരം വെച്ചിട്ട് കഴുകുമ്പോഴാണ് നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുക. തണുപ്പ് പറ്റാത്തവരാണെങ്കിൽ നിങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിച്ചിട്ട് 5 മിനിറ്റോ 10 മിനിറ്റോ വെച്ചിട്ട് നിങ്ങൾക്ക് കഴുകാം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ കഴുകുന്ന കാണിക്കുന്നില്ല, നമ്മൾ വേറെ ഒന്നും ഉപയോഗിക്കുന്നില്ല. വെറുതെ വെള്ളത്തിൽ നല്ല വൃത്തിയായിട്ട് കഴുകിയാൽ മതി കേട്ടോ. ഉലുവ ആയതുകൊണ്ട് ഞാൻ ഒന്നും കൂടി എടുത്തു പറയുകയാണ്, അത്യാവശ്യം പശവശപ്പ് ഉണ്ടാവും. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഉലുവ നമ്മുടെ സ്കാൽപ്പിൽ നിന്ന് പോകണം. അപ്പോൾ നിങ്ങൾ കൂടുതലായിട്ട് വെള്ളം ഉപയോഗിച്ച് നല്ല വൃത്തിയായിട്ട് തന്നെ കഴുകി എടുക്കണം കേട്ടോ. പാക്കിന്റെ എന്തെങ്കിലും ഒരു അംശം നമ്മുടെ സ്കാൽപ്പിലോ മുടിയിലോ നിന്ന് കഴിഞ്ഞാൽ താരം കൂടാനും നമുക്ക് ഇച്ചിങ്ങിന്റെ പ്രശ്നമൊക്കെ വരാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ഞാൻ ഒന്നും കൂടി എടുത്ത് പറയുകയാണ്, നല്ല വൃത്തിയായിട്ട് തന്നെ കഴുകണം. നമ്മളൊരു ചലഞ്ച് ഒക്കെ ഫോളോ ചെയ്യുമ്പോൾ നമ്മൾ കറക്റ്റ് അല്ല മുടി കഴുകുന്നെങ്കിൽ നമുക്ക് അതിന്റെ നെഗറ്റീവ് ഇമ്പാക്റ്റ് ആയിരിക്കും ഉണ്ടാവുക കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം നന്നായിട്ട് തന്നെ ശ്രദ്ധിക്കണം. നല്ല വൃത്തിയായിട്ട് തന്നെ കഴുകി എടുക്കണം കേട്ടോ.
അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ് ഉള്ളത്. ഞാൻ കഴുകുന്നൊന്നും കാണിക്കുന്നില്ല, ഞാൻ പറഞ്ഞല്ലോ. പിന്നെ എന്താ പറയുക, ഞാൻ വേഗം വീഡിയോ എടുത്ത് തീർക്കുകയാണ്. കുഞ്ഞൂസിന് കംപ്ലീറ്റ് ആയിട്ട് ആൾ ഓക്കെ ആയിട്ടില്ല. അപ്പോൾ ആൾ എണീക്കുന്ന സമയം കൊണ്ട് ഞാൻ വേഗം വീഡിയോ എടുത്ത് തീർക്കുകയാണ് കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ് ഉള്ളത്. പിന്നെ ഇന്നത്തെ ദിവസം മുടി കഴുകി ഉണങ്ങി കഴിഞ്ഞിട്ട് നൈറ്റ് ഹെയർ കെയർ നിങ്ങൾ സിമ്പിളായിട്ട് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ 14ാമത്തെ ദിവസം പാക്ക് ചെയ്യാത്ത ദിവസമാണ്. ഡെയിലി ഹെയർ വാഷ് ചെയ്യുന്നവർക്ക് ഡെയിലി ഹെയർ വാഷ് ചെയ്യാം. വെറുതെ വെള്ളത്തിൽ മുടി കഴുകിയാൽ മതി. മുടി കഴുകുന്നില്ലെങ്കിൽ കഴുകേണ്ട ആവശ്യമില്ല. മോർണിംഗ് ഹെയർ കെയറും നൈറ്റ് ഹെയർ കെയറും കാര്യമായിട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഉലുവ ജെൽ തയ്യാറാക്കുന്നതിലോ ഉപയോഗിക്കുന്നതിലോ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ട്, ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും വ്യക്തമാവാത്ത കാര്യം ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിച്ചാൽ മതി. എനിക്കറിയാവുന്ന കാര്യമാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്കിനി അടുത്ത ദിവസം കാണാം.